പിസ്സ ഉണ്ടാക്കുമ്പോൾ മസ്റ്റായിട്ടും വേണ്ട സാധനമല്ലേ പിസ്സ സോസ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു പിസ്സ സോസ് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു തക്കാളി, 2 സാദാ മുളകും 2 പിരിയമുളകും, അതായത് നമ്മുടെ കാശ്മീരി മുളകും കൂടെ നന്നായിട്ട് വേവിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക. എന്നിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചുഴറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ മസ്റ്റായിട്ടും വേണ്ട മറ്റൊരു സാധനമാണ് നമ്മുടെ ഒറിഗാനോ എന്തായാലും നമുക്കിതിലേക്ക് അത്യാവശ്യമാണ് കേട്ടോ. എങ്കിൽ മാത്രമാണ് പിസ്സക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. മധുരത്തിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ അതിലും കുറവായിട്ടൊക്കെ പഞ്ചസാര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മധുരവും പുളിയും എരിവൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കുന്ന ടൈമിൽ ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് നന്നായിട്ട് ഇതാ പുറത്തേക്കൊക്കെ തെറിച്ച് ആകെ വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാനൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ആ വെള്ളമൊക്കെ പൊട്ടിത്തെറിച്ച് പോകണം, എങ്കിലാണ് നമുക്കിത് കുറച്ച് കാലമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഈ ഒരു സോസ് മാത്രം മതി. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു ബൗളിലേക്കാണ് എടുക്കുന്നത്. ഇത് വെച്ചിട്ട് ഞാനൊരു പിസ്സയും കൂടെ തയ്യാറാക്കുന്നുണ്ട്. ബ്രെഡൊക്കെ വെച്ചിട്ട് ആ ഒരു വീഡിയോ നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ.